പത്തനംതിട്ട മൈലപ്രയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പത്തനംതിട്ട എസ്.പിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു ചേരുകയാണ്. സുജു, പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വളരെ ആസൂത്രിതമായി നടത്തിയൊരു കൊലപാതകമാണിതെന്ന് തെളിഞ്ഞിരുന്നു. ഇപ്പോൾ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ എങ്ങനെ? അവിടെ തീർച്ചയായിട്ടും അന്വേഷണം വിപുലപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നലെ വൈകിട്ടോടെയാണ് പത്തനംതിട്ട മൈലപ്പുറയിൽ കടക്കുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഇത് കൊലപാതകമാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. വായ്ക്കുള്ളിൽ തുണി തിരികെ കയറ്റുകയും കൈകാലുകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്ന കൊലപാതകം തന്നെ എന്ന് തന്നെയാണ്. മോഷണ ശ്രമത്തിനിടെ ആണ് കൊലപാതകം നടത്തിയെന്നാണ് ഇന്നലെ പത്തനംതിട്ട എസ്.പി. വി. അജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാനമായ കാരണം അവിടുന്ന് പണം അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മരണപ്പെട്ട ജോർജിന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ്, അല്ലെങ്കിൽ മോഷണം തന്നെയാണ്. ഇതിന് പോലീസ് തെളിവായി സൂചിപ്പിക്കുന്നത് ഈ CCTV ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥലത്തുനിന്ന് മോഷണം പോയിട്ടുണ്ട്. അതായത് കൃത്യമായി തെളിവ് നശിപ്പിക്കൽ, ഈ സമയത്ത് ആരും അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക, അങ്ങനെ കൃത്യമായി ഒരു ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ് പോലീസ് ഉറപ്പിച്ച് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട എസ്.പിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഉടൻ തന്നെ പ്രതികളിലേക്ക് എത്താം എന്ന പ്രതീക്ഷയാണ് പോലീസ് വെച്ചു പുലർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഫോൺ കോളുകൾ മറ്റ് സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്ന നടപടികൾ തുടരുകയാണ്. ആവണി. ശരി, പത്തനംതിട്ട മൈലപ്രയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പത്തനംതിട്ട എസ്.പിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം പുരോഗമിക്കുക. വിശദാംശങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.